അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്നറിയപ്പെടുന്ന സംഘടനയിൽ ഇതാദ്യമായല്ല ചേരിതിരിഞ്ഞുള്ള വാഗ്വാദങ്ങളും പത്രസമ്മേളനങ്ങളും ഒന്നും ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് നടന്ന പല സംഭവങ്ങളും മലയാളികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സംവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഒരു വശത്ത് തിലകൻ സംഘടനയുടെ നിലപാടുകളെയും മറ്റ് അംഗങ്ങളെയും ചോദ്യം ചെയ്തപ്പോൾ ഇന്നത് ഏറ്റെടുത്തിരിക്കുന്നത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകനെതിരെ രൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്നും തിലകൻ ചേട്ടന്റെ പേരിൽ സഹതാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും നാട്ടുകാർക്ക് അടക്കം ശല്യമാണ് ഷമ്മിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ പകർത്തി പുറത്തേക്ക് വിടുന്നത് ആര് ചെയ്താലും ശരിയല്ലെന്നും കൊല്ലത്ത് ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഷമ്മി തിലകൻ അയൽവാസികൾക്ക് ശല്യമാണെന്ന് തന്നോട് പറഞ്ഞതായും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. താരസംഘടന ഒരു മാഫിയയാണെന്നും അതൊരു ക്ലബ്ബാണെന്നുമുള്ള ഷമ്മിയുടെ പ്രസ്താവന തെറ്റായ കാര്യമാണെന്ന് ഗണേഷ് അഭിപ്രായപ്പെട്ടു. ഒരാളെ രക്ഷിക്കാൻ അങ്ങനെ ചെയ്യുന്നതിനോട് യോജിപ്പില്ലെന്നും അതിജീവിതയായ കുട്ടിയുടെ സംശയങ്ങൾക്ക് സംഘടന മറുപടി നൽകിയേ തീരൂ എന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. അമ്മയുടെ കത്തിന് ഷമ്മി മറുപടി നൽകിയിട്ടില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷമ്മിയെ ബ്ലോക്ക് ചെയ്തെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ഈ വാക്കുകൾക്ക് ശേഷം ഷമ്മി തിലകൻ ഇതിനോട് പ്രതികരിച്ചു. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന അസംബന്ധമാണെന്നും പത്തനാപുരം MLAയോട് എന്തിന് കൊല്ലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരാതി പറയണമെന്നും ഷമ്മി തിലകൻ ചോദിച്ചു. തനിക്കെതിരെ ഉണ്ടായിരുന്ന പരാതിയെ സംബന്ധിച്ച് ഒരു പ്രമുഖ ചാനൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം MLAക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ധാരണയുണ്ടായി? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പത്തനാപുരം MLAയോടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത്? പത്തനാപുരം MLA അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തന്നെ പുള്ളിക്ക് സമയമില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഗണേഷ് കുമാർ തന്നെ പറ്റി പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്നും പണ്ട് ഇതേ രീതിയിലാണ് തന്റെ അച്ഛനെ വേട്ടയാടിയിരുന്നതെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. തിലകൻ പത്തനാപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ തല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയ ആളാണ് ഗണേഷ് കുമാർ എന്നും അമ്മ അധോലോകമാണെന്ന് ആദ്യം പറഞ്ഞത് ഗണേഷ് ആണെന്നും പറയുന്നു. അപ്പപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്നവരാണ് അമ്മ സംഘടനയിലുള്ളവരെന്ന് ഗണേഷ് കുമാർ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന്. ചില ചിത്രങ്ങളിൽ താൻ അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നും തന്റെ അച്ഛനെതിരെ നടന്ന അനീതിക്കെതിരെ കൂടിയാണ് തന്റെ പോരാട്ടമെന്നും സംഘടനയുടെ ഉള്ളിലെ പുഴുക്കുത്തുകൾ മാറ്റുന്നതുവരെ തനിക്ക് റിട്ടയർമെന്റ് അലവൻസ് വേണ്ട എന്നും കത്തിലൂടെ പ്രതികരിച്ചു എന്ന് ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയുടെ കത്തുകൾക്ക് താൻ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞതിനെതിരെ തന്റെ കയ്യിൽ രേഖകളുണ്ടെന്നും എന്നാൽ അതൊന്നും ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കുന്നില്ലെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. മീറ്റു പോലൊരു കേസിൽ ആരോപണ വിധേയനായ ഒരാൾ പ്രിസൈഡിംഗ് ഓഫീസർ പദവി വഹിക്കുന്നിടത്ത് ഹാജരാകാൻ താല്പര്യമില്ലെന്നും അഭിപ്രായപ്പെട്ടു. അമ്മ എന്ന സംഘടനയെ സ്വന്തം പെറ്റമ്മയെ പോലെ സമീപിച്ചിട്ടും എന്നെ അവിഹിതത്തിലുണ്ടായ മകനെ പോലെയാണ് കരുതുന്നതെന്നും ഷമ്മി തിലകൻ പറയുന്നു. ATMയുടെ പ്രസിഡന്റായ ഗണേഷ് കുമാർ എന്തുകൊണ്ട് അമ്മയുടെ സ്ഥാനം രാജിവെച്ചില്ലെന്നും അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരത്ത് 2 സ്ത്രീകൾക്ക് വീട് വെച്ച് നൽകിയെന്നും അതുവഴി വോട്ട് നിലനിർത്തിയതിനെയാണ് താൻ ചോദ്യം ചെയ്തതെന്നും ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ഭാഗത്ത് കേരള രാഷ്ട്രീയത്തിലെ അതികായന്റെ മകനും മറുഭാഗത്ത് കലാരംഗത്തെ പെരുന്തച്ഛന്റെ മകനും കൊമ്പുകോർക്കുമ്പോൾ വരും നാടുകളിൽ ഒരുപാട് അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകുമെന്നത് ഉറപ്പാണ്. ഉശിരുള്ള തന്തമാരുടെ മക്കൾ കളത്തിൽ. വരാനിരിക്കുന്നത് പൂരത്തിന്റെ നാളുകൾ. അറിയേണ്ടത് പൂരം കൊടുങ്ങല്ലൂരോ തൃശ്ശൂരോ എന്ന് മാത്രം.